തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ തിരുവനന്തപുരത്ത് LDF യോഗം ചേർന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന CPM CPI നേതൃയോഗങ്ങൾക്ക് പിന്നാലെയാണ് LDF യോഗം ചേർന്നത്. ഇടതുപക്ഷത്തിന്റെ തോൽവി സമ്മതിക്കുന്നതായി കൺവീനർ TP രാമകൃഷ്ണൻ യോഗത്തിന് ശേഷം പറഞ്ഞു. ജനങ്ങളുടെ ഭാവിയെ മുൻനിർത്തിക്കൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാനാണ് ഗവൺമെന്റ് ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ജനവിധി ഉണ്ടായപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച നിലയിൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ല. ജനങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രതികരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ വിശദമായി പരിശോധിക്കാനും തെരഞ്ഞെടുപ്പിന്റെ ഫലം ആഴത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കി. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ തിരുത്തൽ വരുത്തി മുന്നോട്ട് പോവുക എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ സ്വീകരിക്കുന്നത്. മുന്നണി മാറ്റ ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്നാണ് കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ജോസ് കെ മാണിയുടെ വാക്കുകൾ കൂടി കേൾക്കാം. നേരത്തെ തന്നെ സംസാരിച്ചിരുന്നു. കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഒറ്റ നിലപാടാണ്, അത് ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. ആ നിലപാട് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അതോടൊപ്പം ജനവിധി വളരെ വിനയത്തോടുകൂടി, ഞാൻ വീണ്ടും പറയുന്നു, വിനയത്തോടുകൂടി അത് സ്വീകരിക്കുന്നു. എന്താണ് ഇതിൻ്റെ വീഴ്ചകൾ പറ്റിയത് പൊതുവായിട്ട് സംസാരിച്ചെങ്കിലും ബാക്കി കാര്യങ്ങൾ ഇവിടെ LDFൻ്റെ കൺവീനർ സംസാരിക്കും. സംഘടനാപരമായി കേരള കോൺഗ്രസ് എമ്മും ഇപ്പോഴും ശക്തി ആർജിച്ച് നിൽപ്പുണ്ടെന്നുള്ളതാണ്. വാർത്തയുടെ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇന്ന് ഏതായാലും ചൂടേറിയ ചർച്ചകളായിരിക്കുമല്ലോ LDF യോഗത്തിൽ ഉണ്ടായി കാണുക. ഇന്നലെ CPIയുടെ യോഗത്തിൽ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത് എന്ന വിലയിരുത്തൽ CPI നടത്തിയിരുന്നു. പക്ഷേ CPM ആ ഒരു തലത്തിലേക്ക് അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നുമില്ല. ഇന്ന് LDF യോഗത്തിൽ എന്താണ് പ്രധാനമായി നടന്നത്? നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട ഒരു പൂർണ്ണമായ രീതിയിൽ LDF യോഗത്തിൽ ചർച്ചകൾ നടന്നില്ല എന്ന് തന്നെയാണ് ഇന്ന് നടന്ന, അതായത് ഈ യോഗത്തിൽ നടന്ന സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് യോഗത്തിന് ശേഷം LDF കൺവീനർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. എന്നാൽ മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞത് ഈ വിഷയത്തിൽ, അതായത് തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ഭരണവിരുദ്ധത നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഭരണവിരുദ്ധത ഉണ്ടായിട്ടുണ്ടോ എന്നത് അടക്കമുള്ള ആ കാര്യങ്ങളിലൊന്നും ചർച്ചകൾ നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടന്നിട്ടില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് മുന്നണിയിലെ ഓരോ ഘടകകക്ഷി പാർട്ടികൾ, ആ പാർട്ടികളുമായി ബന്ധപ്പെട്ട് ആ പാർട്ടികൾ സ്വയം ഒരു വിലയിരുത്തൽ നടത്തും. ആ വിലയിരുത്തൽ നടത്തിയതിനു ശേഷം എന്തൊക്കെ ഘടകങ്ങൾ കൊണ്ടാണ് ഈ പരാജയം ഉണ്ടാകാനുള്ളൊരു സാഹചര്യം ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യും. അതിനുശേഷം ഈ വരുന്ന ജനുവരി മാസത്തിൽ ആദ്യ വാരം വീണ്ടും LDF യോഗം ചേരും. ആ LDF യോഗം ചേർന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട ഈ പാർട്ടികൾ നടത്തിയ വിലയിരുത്തലുകളോട് ചേർത്തുകൊണ്ടായിരിക്കും ഒരു പൂർണ്ണമായ രീതിയിൽ എന്തുകൊണ്ട് ഈ പരാജയമുണ്ടായി എന്ന നിലയിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് ഇടതുമുന്നണി യോഗം എത്തിച്ചേരത്തേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ ഈ യോഗത്തിൽ പറയുന്നത്. അത് തുടക്കത്തിൽ തന്നെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഒരു ആമുഖ പ്രസ്താവന നടത്തിയിരുന്നു. ആ ആമുഖ പ്രസ്താവന മാത്രമാണ് കാര്യമായി ഇന്ന് നടന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ തുടർ ചർച്ചകൾ നിലവിൽ വേണ്ട, ഇത്തരത്തിൽ പാർട്ടികൾ സ്വയം പരിശോധിച്ചതിന് ശേഷം തുടർന്ന് വരുന്ന ഇടതുമുന്നണി യോഗത്തിൽ ഇതിനെ വിശാലമായ രീതിയിൽ ചർച്ച ചെയ്യാമെന്ന നിലപാടിലേക്ക് എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതിൽ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഈ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ അതായത് LDF കൺവീനർ മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞത് പരാജയം സംഭവിച്ചിരിക്കുന്നു, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് കാര്യമില്ല, തോൽവി എന്നതൊരു യാഥാർത്ഥ്യമാണ്, ആ യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതൊരു വൈരുദ്ധ്യം നമുക്കിവിടെ ദൃശ്യമാകുന്നുണ്ട്. ഈ MV ഗോവിന്ദനും അതോടൊപ്പം തന്നെ TP രാമകൃഷ്ണൻ്റെയും സംസാരങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് ഒരു വൈരുദ്ധ്യം ദൃശ്യമാകുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് പരാജയം വലിയ രീതിയിൽ CPM-നെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ഒരു പൂർണ്ണമായ രീതിയിൽ LDF-ന്റെ ഘടകകക്ഷികളിലും അത്തരത്തിലൊരു പ്രതിരോധം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ജോസ് കെ മാണി ഗ്രൂപ്പ് UDF-ന്റെ ഭാഗമായി മാറാൻ പോകുന്നു, അത്തരത്തിലുള്ള ചില ചർച്ചകളൊക്കെ നടക്കുന്നു എന്നുള്ള വാർത്തകൾ വളരെ സജീവമാണ്. ഈ തെരഞ്ഞെടുപ്പിലെ വലിയ തോൽവിക്ക് ശേഷം ഇടതുമുന്നണിയിൽ നിന്ന് വിട്ടുപോകാൻ ഒരുപക്ഷേ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും ആഗ്രഹിക്കുന്നുണ്ടാകാം. അത്തരത്തിൽ ചർച്ചകൾ സജീവമാണ്. പക്ഷേ അതിനെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ടാണ് ഇന്ന് ജോസ് കെ മാണി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് വെറുതെ പറഞ്ഞതാണോ, ഏതെങ്കിലും സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണോ അത്തരത്തിൽ ജോസ് കെ മാണിയുടെ ഒരു പ്രതികരണം ഉണ്ടായത്?
ഈ തെരഞ്ഞെടുപ്പിലെ പരാജയം എന്ന് പറയുന്നത് ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾക്കടക്കം വലിയ രീതിയിൽ പരാജയം നേടുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കേരള കോൺഗ്രസിൻ്റെ മേഖലകളിലെല്ലാം കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള മേഖലകളിലെല്ലാം പരാജയം നേരിട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ കനത്ത പരാജയം കേരള കോൺഗ്രസിനും ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ്, അതായത് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇടതുമുന്നണിയിൽ നിന്നും ഒരു പിന്മാറ്റം അനിവാര്യമാണെന്ന തരത്തിലൊരു അഭ്യൂഹം പറഞ്ഞത്. അതായത് ഇടതുമുന്നണിയിൽ നിന്നും UDF-ലേക്ക് കേരള കോൺഗ്രസ് വരണം എന്നതടക്കമുള്ള അല്ലെങ്കിൽ പോകണം എന്നതടക്കമുള്ള ചില അഭ്യൂഹങ്ങൾ പരന്നിരുന്നത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളോ അല്ലെങ്കിൽ അഭ്യൂഹങ്ങളെല്ലാം പൂർണ്ണമായും തള്ളിക്കളയുന്നതാണ് ജോസ് കെ മാണിയുടെ പരാമർശം എന്ന് പറയുന്നത്. ജോസ് കെ മാണി തികച്ചും ഈ പരാമർശങ്ങൾ അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ UDF-ലേക്ക് എത്തും എന്നത് അടക്കമുള്ള കാര്യങ്ങൾ അതിനെ തീർത്തും നിരാകരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം അഭ്യൂഹങ്ങൾ മാത്രമാണ് എന്നാണ് ജോസ് കെ മാണി പറയുന്നത്. ഇടതുമുന്നണിയുമായി അടിയുറച്ച് തന്നെ നിൽക്കാനാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ തീരുമാനം എന്നും ജോസ് കെ മാണി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനുള്ളിൽ ചില ചരടുവലികൾ ചർച്ചകൾ നടക്കുന്നതായിട്ടുള്ള സൂചന നേരത്തെ ഉണ്ടായിരുന്നു. മാത്രമല്ല കോൺഗ്രസിൽ തന്നെ ചില മുതിർന്ന നേതാക്കൾ അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികളും കേരള കോൺഗ്രസിനെ ഈ UDF-ലേക്ക് കൊണ്ടുവരണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. കാരണം അതായത് ഈ ജോസ് കെ മാണി അടക്കമുള്ളവർ കൂടി UDF-ലേക്ക് വരണമെന്ന് തന്നെ ഒരു അഭിപ്രായം ഉയർന്നു വന്നിരുന്നു. എന്നാൽ ചില നേതാക്കൾ അതിൽ നിന്നും ഒരു വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യം കോൺഗ്രസിൽ UDF-ൽ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. എന്തായാലും ഇതിനുള്ളൊരു ചർച്ചകൾ നടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഇനി അറിയേണ്ടിയിരിക്കുന്നു. ഒരു ചരടുവലികൾ ചർച്ചകൾ നടന്നിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ മുന്നണിയിലെ ഘടകകക്ഷികളായിക്കോട്ടെ, CPM ആയിക്കോട്ടെ, CPI ആയിക്കോട്ടെ, എല്ലാവരും പ്രതിരോധത്തിലായി നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. എന്നാൽ സ്വയം കുറ്റം സമ്മതിക്കാൻ കഴിയാത്തൊരു നിലയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതായത് തോൽവി സമ്മതിക്കാൻ ഇവരാരും കൂട്ടാക്കുന്നതുമില്ല. എന്നാൽ അതായത് ശരി പ്രശാന്ത്, LDF-നകത്ത് എന്താണ് നടന്നത് എന്നുള്ള വാർത്തകൾ ഇനിയും പുറത്തു വരാൻ ഇരിക്കുന്നതേയുള്ളൂ. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.